السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. قال رسول الله صلى الله عليه وسلم: سبعة يظلهم الله في ظله يوم لا ظل إلا ظله. അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സബഅത്തുൻ, 7 വിഭാഗം ആളുകൾ, യുളില്ലുഹുമുല്ലാഹു, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് തണലിട്ട് കൊടുക്കുന്നതാണ്. ഫീ ലില്ലിഹി, അള്ളാഹുവിൻ്റെ തണലിലായിട്ട് അള്ളാഹു അവർക്ക് തണലിട്ട് കൊടുക്കും. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അള്ളാഹുവിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണൽ ഇല്ലാത്ത ദിവസത്തിൽ അള്ളാഹു 7 വിഭാഗം ആളുകൾക്ക് അർശിൻ്റെ തണലിട്ട് കൊടുക്കുന്നതാണ്. അള്ളാഹിൻ്റെ റസൂല് ഒന്നാമതായി പറഞ്ഞത് ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി. നീതിമാനായ ഭരണാധികാരിക്ക് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലുണ്ടായിരിക്കുന്നതാണ്. അള്ളാഹിൻ്റെ റസൂല് രണ്ടാമതായി പറഞ്ഞത് ഷാബുൻ, ഒരു യുവാവ്, നശഅ, അവൻ ജീവിക്കുന്നു, ഫി ഇബാദത്തില്ലാഹി അസ്സ വജല്ല, അള്ളാഹുവിൻ്റെ ഇബാദത്തിലായിട്ട്, അള്ളാഹുവിന് ഇബാദത്തിലായി ജീവിക്കുന്ന ഒരു യുവാവ്, അവനും അർശിൻ്റെ തണലുണ്ടായിരിക്കുന്നതാണ്. മൂന്നാമതായി അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വറജുലുൻ, ഒരു മനുഷ്യൻ, ഖൽബുഹു, അവൻ്റെ ഹൃദയം, മുഅല്ലഖുൻ ബിൽ മസാജിദി, പള്ളിയുമായി ബന്ധപ്പെട്ട, പള്ളികളുമായി ബന്ധപ്പെട്ട മനസ്സുള്ള ഒരു മനുഷ്യൻ, അവനുക്കും അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലുണ്ടായിരിക്കുന്നതാണ്. എപ്പോഴും അവൻ്റെ മനസ്സിൽ പള്ളിയുമായി ഒരു ബന്ധം ഉണ്ടാവും. പള്ളിയിലേക്ക് പോകണം, നിസ്കരിക്കാൻ ടൈമായി എന്നൊരു ചിന്തയുള്ള ആള്, അവർക്കും അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലുണ്ടായിരിക്കും. നാലാമതായി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് വറജുലാനി, 2 പുരുഷന്മാർ, 2 സഹോദരന്മാർ, 2 സ്നേഹിതന്മാർ, തഹാബ്ബ, അവർ പരസ്പരം അങ്ങുമിങ്ങും ഇഷ്ടപ്പെടുന്നു, ഫില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലായി അവർ ഇഷ്ടപ്പെടുന്നു. ഇജ്തമഅ അലൈഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലായി അവർ ഒരുമിച്ച് കൂടുന്നു. വതഫറഖ അലൈഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിലായി അവർ രണ്ടുപേരും പിരിയുകയും ചെയ്യുന്നു. ഒരു സദസ്സിലേക്ക് അവർ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അവർ അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നവരാണ്. ആ സദസ്സിൽ നിന്ന് അവർ പിരിഞ്ഞു പോകുമ്പോഴും അള്ളാഹുവിൻ്റെ വജ്ഹിലായി അവർ പിരിയുന്നവരാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിലായി പരസ്പരം അങ്ങുമിങ്ങും ഇഷ്ടപ്പെടുന്ന 2 സഹോദരന്മാർക്കും 2 സ്നേഹിതന്മാർക്കും അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലുണ്ടായിരിക്കുന്നതാണ്. അഞ്ചാമതായി അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് വറജുലുൻ, ഒരു പുരുഷൻ, ദഅതുഹു, അവനെ വിളിക്കുന്നു, ഇംറഅത്തുൻ, ഒരു പെണ്ണ് വിളിക്കുന്നു, ദാത്ത മൻസബിൻ വ ജമാലിൻ, തറവാടുള്ള, അഴകുള്ള, സുന്ദരിയായ തറവാടുള്ള ഒരു പെണ്ണ് അവനെ വ്യഭിചരിക്കാൻ വിളിക്കുമ്പോൾ ഫഖാല, അവൻ പറയുന്നു, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, പെണ്ണേ, ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു, എനിക്ക് അള്ളാഹിനെ പേടിയുണ്ട് ട്ടോ എന്ന് പറഞ്ഞ് അവസരം ലഭിച്ചിട്ടും വ്യഭിചാരത്തിൽ നിന്ന് ഒഴിവായവർക്ക് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലുണ്ടായിരിക്കുന്നതാണ്. ആറാമതായി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് വറജുലുൻ, ഒരു പുരുഷൻ, തസദ്ദഖ ബിസദഖത്തിൻ, അവനൊരു സദഖ ചെയ്യുന്നു, ഫഅഖ്ഫാഹ, ആ സദഖയെ അവൻ രഹസ്യമാക്കുന്നു, ഹത്താ, എത്രത്തോളം എന്ന് വെച്ചാൽ, ലാ തഅലമു ശിമാലുഹു, അവൻ്റെ ഇടത് കൈ അറിയുന്നില്ല, മാ തുൻഫിഖു യമീനുഹു, അവൻ്റെ വലത് കൈ ചിലവഴിച്ചത് ഇടത് കൈ പോലും അറിയാതെ, അത്രയും രഹസ്യമായി കൊടുക്കുന്ന സദഖ. അങ്ങനെ സദഖ ചെയ്യുന്ന ആളുകൾക്കും അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണലുണ്ടായിരിക്കുന്നതാണ്. അവസാനമായി 7ാമതായി അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വറജുലുൻ, ഒരു മനുഷ്യൻ, ദക്കറല്ലാഹ, അള്ളാഹുവിനെ അവൻ ദിക്ർ ചൊല്ലുന്നു, അള്ളാഹുവിനെ അവൻ ഓർക്കുന്നു, ഖാലിയൻ, ഒഴിഞ്ഞിരുന്ന്, ഒറ്റക്കിരുന്ന്, ഫഫാലത്ത് ഐനാഹു, അങ്ങനെ ആരും കാണാതെ അവൻ്റെ 2 കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഒഴുക്കി. അള്ളാഹുവിനെ ഓർത്ത് ഒഴിഞ്ഞിരിക്കുന്ന ആളുകൾക്കും അർശിൻ്റെ തണലുണ്ടായിരിക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അർശിൻ്റെ തണല് ലഭിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.